നിങ്ങളൊരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്ത് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് കീപ്പ് ചെയ്യൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ റിട്ടേൺ അഥവാ ആനുവൽ ഓഡിറ്റിന്റെ ടൈമിന് ആനുവൽ ഫയലിങ്ങിന്റെ ടൈമിന് ആനുവൽ ഓഡിറ്റിങ്ങിന്റെ സമയത്ത് അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റെക്കോർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ സമയം വെച്ചിട്ട് റെക്കോർഡ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പർലി മന്ത്ലി ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളെ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും ബാങ്ക് റീകൺസിലേഷനും ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഓരോ മന്തും നമ്മൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഓഡിറ്റിൽ നമുക്ക് പ്രശ്നം വരില്ല, അക്കൗണ്ട്സിൽ നമുക്ക് പ്രശ്നം വരില്ല, ഒരാളെ ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മളെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓരോ മന്തിൽ നമ്മൾ ഇതുപോലെ അക്കൗണ്ട്സും ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിക്ക് തന്നെ ഓരോ മൈന്യൂട്ട് പോയിന്റും നമ്മൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് സ്റ്റേജും അതുപോലെ ഉയരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് മെയിൻ ഘടകമായിട്ട് നിങ്ങൾ എടുക്കണം. അതിലൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മീൻസ് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.